നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ ആഴ്ചയുടെ ആദ്യ നേരം വൈകുന്നേരത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇന്നും പതിവ് പോലെ തന്നെ സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 3 മാസത്തിലധികം കാലമായി ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. ഇന്നും ഈ വിഷയം കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. കോടതി ചില നിർണായക തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം UDF ഭരണസമിതിയിലേക്കും നീളുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കോടതി നടപടികളിൽ തീരുമ്പോൾ ഉണ്ടാകുന്നത്. 2017 നടന്ന കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്തായിരുന്നു ഈ പുനർനിർമ്മാണം നടന്നത്. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ SITക്ക് മുന്നിൽ വീണ്ടും കൂടുതൽ അന്വേഷണ ഭാരം വരികയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ അന്വേഷണത്തിലേക്ക് SITക്ക് കടക്കേണ്ടി വരികയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ? കോടതി എന്തൊക്കെ ചുമതലകളാണ് SITക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്? ആർക്കാണ് ഈ അന്വേഷണം ഇനി തിരിച്ചടിയാകാൻ പോകുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലാണ് വിജിലൻസ് ത്വരിത പരിശോധന നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയുടെ നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഒരു വഴി കൂടി തുറക്കുകയാണ്. വിജിലൻസ് എന്തൊക്കെയായിരിക്കും അന്വേഷിക്കുക എന്ന് നോക്കിയാൽ 2017 നടന്ന കൊടിമര പ്രതിഷ്ഠയ്ക്കായി ഫെനിക്സ് ഗ്രൂപ്പ് 3.2 കോടി രൂപ സ്പോൺസർ ചെയ്തിരുന്നു. അതിൽ ബാക്കി വന്ന 16 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പ്രമുഖ സിനിമാ താരവും ഒരു ജ്വല്ലറിയും കൊടിമര നിർമ്മാണത്തിനായി സ്വർണം നൽകിയതായി വിവരമുണ്ടെങ്കിലും ഇതിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി രസീതുകൾ നൽകിയിട്ടില്ല എന്നത് ഗുരുതര സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ദേവസ്വത്തിലേക്ക് ലഭിക്കുന്ന ഇത്തരം സംഭാവനകൾ ഉണ്ടെങ്കിൽ അത് രസീത് നൽകണം അതിന് എന്ന നിർദ്ദേശമുള്ളതാണ്. 3A പ്രകാരമുള്ള രസീത് നൽകണം എന്നതാണ് നിർദ്ദേശം. രേഖകളില്ലാത്ത ഈ സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ചും അഴിമതി നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും വിജിലൻസ് ഇനി അന്വേഷിക്കുന്ന ഒരു സാഹചര്യമാകും ഇതിലൂടെ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു നിർണായക നീക്കമാണ് ഇന്ന് SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. UDFനാണ് യഥാർത്ഥത്തിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അന്വേഷണം 2017 ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ പങ്കാളിത്തവും അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കൊടിമര നിർമ്മാണത്തിനായി പുറത്തുനിന്ന് ലഭിച്ച സഹായങ്ങൾ ദേവസ്വം രേഖകളിൽ ഉണ്ടോ എന്നത് വിജിലൻസ് പരിശോധിക്കും. ത്വരിത പരിശോധനയ്ക്ക് ശേഷം ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് SIT തന്നെ വിളിച്ചത് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പോറ്റിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ UDFന്റെ നേതാക്കൾ എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് CPMഉം ഇടതുപക്ഷവും വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം ആന്റണി MPയും ആരോപണ നിഴലിലാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF ജനങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്കതിൻ്റെ നേട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF നേതാക്കളിലേക്ക്, കോൺഗ്രസ് നേതാക്കളിലേക്ക് ആരോപണ മിന തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒന്നിലധികം തവണ പോറ്റിയുടെ വീട്ടിൽ പോയി എന്നതിൻ്റെ തെളിവായി പുതിയ ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF കൺവീനർ അടൂർ പ്രകാശിന് പിന്നാലെയാണ് ആന്റണി MPയെയും SIT ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. ഇത് ഉയർത്തി UDFനെതിരെ LDF കടുത്ത രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. എന്നാൽ അതേസമയം തന്നെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അത് CPMനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്.
UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. എത്ര തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പോറ്റിയുടെ കൂടെയുള്ള ഫോട്ടോ ആണ് പ്രശ്നമെങ്കിൽ പിണറായിയെയും ചോദ്യം ചെയ്യട്ടെ, രക്ഷപ്പെടാമെന്ന് CPM കരുതേണ്ട എന്നുമാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആരോപണമുന്ന തങ്ങൾക്കെതിരെ തിരിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്ന ദൗത്യമാണ് ഇന്ന് ഏറ്റെടുത്തത്. അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം. എന്തടിസ്ഥാനത്തിലാണ് UDF കൺവീനറെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണോ? ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തു. ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി. ഇദ്ദേഹം കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്. അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമറ ഉണ്ടാക്കി കുറെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അപ്പോ നിങ്ങൾക്ക് പ്രശ്നം ഫോട്ടോയാണ് എങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ടല്ലോ എന്നതിലേക്ക് കാര്യങ്ങൾ തിരിച്ചുവിടുകയാണ് PD സതീശൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതേസമയം ആന്റോ ആന്റണിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. അത് ഇതിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങളാണ് ആന്റോ ആന്റണിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതായത് തന്ത്രി പണം നിക്ഷേപിച്ച സ്വകാര്യ സ്ഥാപനം, അവിടെ നിന്നാണ് ആന്റോ ആന്റണി പണം കൈപ്പറ്റിയെന്ന് ആ സ്ഥാപനത്തിന്റെ തന്നെ ഉടമയായിരുന്ന രാജു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ പണം തിരികെ നൽകിയിട്ടില്ല എന്നതാണ് ആരോപണം. ഏതാണ്ട് തന്ത്രി നിക്ഷേപിച്ച പണത്തിന് തുല്യമായ തുകയാണ് അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പണം എവിടെ, എത്രയാണ്, എങ്ങനെ വിനിയോഗിച്ചു, തെരഞ്ഞെടുപ്പിന് അത്രയും പണം വിനിയോഗിക്കുമോ, അത് സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. പക്ഷേ അതിന് വ്യക്തത വന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം നിയമ നടപടികളിലേക്കൊക്കെ കടക്കുന്നു എന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ അപ്പോൾ പോലും സംശയങ്ങൾ ഏറെയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ VD സതീശൻ ഫോട്ടോയുള്ളവർക്കെതിരെ എല്ലാം അന്വേഷണം എന്നതാണെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും അത് എത്തട്ടെ, ആ രീതിയിൽ അതിന്റെ ഗൗരവം കുറച്ചു കാട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ MV ഗോവിന്ദൻ ആന്റോ ആന്റണിയുടെ വിഷയത്തിൽ നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയില്ലെന്ന ആരോപണം ഗൗരവമുള്ളതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. പണം എങ്ങനെ വാങ്ങിയെന്നും തിരികെ നൽകിയെന്നും MP വ്യക്തമാക്കണം. മറുപടി നൽകാൻ കോൺഗ്രസിനും ബാധ്യതയുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പറയുന്നത്. ആന്റോ ആന്റണി MPക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ലല്ലോ, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി 2 കോടി രൂപ വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാ വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ. അപ്പോ ഒരു MP ആയ ആന്റോ ആന്റണിക്ക് ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ബാധ്യതയുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് അതേസമയം ഈ വിഷയം നോക്കൂ, LDFനും UDFനും ഒരുപോലെ തന്നെ ബാധ്യതയായി സ്വർണ്ണക്കൊള്ള മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. UDFന്റെ നേതാക്കൾ കൂടി ആരോപണ മുനയിലേക്ക് വരുന്നു. അതേസമയം CPM നേതാക്കൾ ഇപ്പോഴും ജയിലിനുള്ളിലാണ്. അവർക്ക് സ്വാഭാവിക ജാമ്യം എന്നത് തേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉടൻ ഒരുങ്ങും എന്ന് കരുതുന്നുണ്ട് എങ്കിൽ പോലും അവർ ഇപ്പോൾ ജയിലിനുള്ളിലാണ്. കുറ്റപത്രം വൈകുന്നതിലും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ട് എന്നൊരു കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ അവസ്ഥ ഏറ്റവും ഗുണം ചെയ്യുന്നത് BJPയെ സംബന്ധിച്ചാണ്. അവർ ഇരു മുന്നണികൾക്കും എതിരെ ഉപയോഗിക്കാനുള്ള ആയുധമാക്കി സ്വർണ്ണക്കൊള്ള വിഷയത്തെ മാറ്റുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി BJP നീങ്ങുന്നു. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് BJP ഇന്ന് മാർച്ച് നടത്തിയത്. MT രമേശാണ്
മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയനൊപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ പ്രതിപട്ടികയിലെന്നാണ് MD രമേശ് ഇന്ന് ആരോപിച്ചത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് VD സതീശനും പിണറായിയും ഒന്നിച്ചു നീങ്ങുന്നുവെന്നും MD രമേശ് ആരോപിച്ചു. വളരെ ഉയർന്ന നേതാക്കന്മാരുടെ പങ്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ അന്വേഷണത്തെ വളരെ ഉയർന്ന നേതാക്കന്മാരുടെ പങ്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ അപ്പോൾ രണ്ട് മുന്നണികൾക്കുമെതിരെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് BJP ഈ അവസരത്തിൽ ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതേസമയം തന്നെ ഈ SIT അന്വേഷണം 100 ദിവസം പിന്നിടുമ്പോൾ പോലും എങ്ങും എത്തുന്നില്ല എന്നൊരു സാഹചര്യം വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോടതി SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. സ്വർണ്ണപ്പാളികളിലെ സ്വർണ്ണത്തിന്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനായി ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ലാബിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ VSSയിൽ നടത്തിയ പരിശോധനയിൽ ഈ സ്വർണ്ണപ്പാളികൾ മാറിയിട്ടില്ലെന്ന നിഗമനത്തിലായിരുന്നുവെങ്കിലും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചപ്പോൾ ഉണ്ടായ തൂക്കത്തിലെ കുറവ് SITയെ കുഴപ്പിക്കുന്നുണ്ട്. ഇതിൽ നഷ്ടപ്പെട്ടത് സ്വർണമാണോ അതോ ചെമ്പാണോ എന്ന് ഒക്കെയുള്ള പരിശോധന ഫലം കൂടുതൽ വ്യക്തതയോടുകൂടി ലഭിക്കേണ്ടതുണ്ട്. കേസിൽ ഉൾപ്പെട്ടവരുടെ 2019 മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാനും സർവീസ് പ്രൊവൈഡർമാർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമഗ്രമായി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിശദമായ പരിശോധന ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കുന്നതിനുണ്ടാകും. അതേസമയം തന്നെ ഇതിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവരുടെ കോൾ റെക്കോർഡ്സ് ഒക്കെയുള്ള പരിശോധിക്കുന്നതിനുള്ള നടപടികളിലുമാണ് കടന്നിട്ടുള്ളത്. ദ്വാരപാലക, കട്ടിളപ്പാളി, ശില്പങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ 4 പേരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കോടതി കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. SITക്ക് കൂടുതൽ പരിശോധനകൾക്കും വിശദമായ അന്വേഷണത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് മുന്നണിയും ആരോപണ നിഴലിൽ തന്നെയാണ്. UDFന് കുറച്ചുകൂടി കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം. അവരുടെ ഭരണസമിതി കാലത്തേക്ക് കൂടി ഈ അന്വേഷണം പോകുന്നു. അപ്പോൾ എന്താണ് സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണത്തിന്റെ ഭാവി എന്നത്, അല്ലെങ്കിൽ ആർക്കാണ് കുരുക്ക് മുറുകുന്നത് എന്നതൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടുന്ന സാഹചര്യമാണ്. കോടതി തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ അതീവ സങ്കീർണമായ ഒരു വിഷയമായി കൂടുതൽ സങ്കീർണതകളിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളക്കേസ് മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 100 ദിവസത്തിനടുത്ത് ഒക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രഖ്യാപനമൊക്കെ കാത്ത് രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം, ഇതിൻ്റെയൊക്കെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് LDFന്റെ നീക്കം. അതേസമയം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം പിടിക്കാൻ UDFും എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷനും കവിയുമായ K. സച്ചിദാനന്ദന്റെ ചില തുറന്നു പറച്ചിലുകൾ. തുടർ ഭരണം പാർട്ടിയെ നശിപ്പിക്കുമെന്നും തുടർച്ചയായ ഭരണത്തെക്കാൾ ജനാധിപത്യത്തിന് ഗുണകരമാകുക മാറി മാറിയുള്ള ഭരണമെന്നുമായിരുന്നു സച്ചിദാനന്ദന്റെ അഭിപ്രായ പ്രകടനം. ഇതാണ് വലിയ ചർച്ചകൾക്ക് സംസ്ഥാനത്ത് വഴി തുറന്നിരിക്കുന്നത്. ഇടത് ഭരണം, അതിന്റെ തുടർച്ച ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് കൂടുതൽ മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ബംഗാളുമായി താരതമ്യപ്പെടുത്തിയാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത് എന്നതിനാൽ തന്നെ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള തുടർ പ്രതികരണങ്ങളും മറുപടികളും ചർച്ചകളുമാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് തുടർച്ചയായ ഭരണം
ഗുണമോ ദോഷമോ എന്ന ചോദ്യത്തിന് മറുപടിയായി സച്ചിദാനന്ദൻ നിലപാട് പറഞ്ഞത്. അധികാരം കുത്തകയാകും തോറും അത് ദുരധികാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ലോകത്ത് മുഴുവൻ ഇത് അനുഭവമുള്ള കാര്യമാണ് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വളരെ സൂക്ഷിച്ചിരിക്കുക എന്നാണ് പൊതുവെ അവനവനോടും മറ്റുള്ളവരോടും പറയാനുള്ളത്. ബംഗാളിന്റെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരോട് താൻ സംസാരിച്ചിട്ടുണ്ട്. ഭരണം തുടർച്ചയായി വന്നപ്പോൾ ഒരു വലിയ വിഭാഗം അടിച്ചമർത്തപ്പെട്ടുവെന്നും വോട്ട് നിഷേധിക്കപ്പെട്ടുവെന്നുമാണ് അവർ പറഞ്ഞത്. അവർക്ക് പലതരം നിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. അധികാരത്തെ സ്വാർത്ഥമതികളായ ഒരു സംഘം ആളുകൾ കൈയാളാൻ തുടങ്ങി. തുടർച്ചയായ അധികാരം എങ്ങനെയാണ് ഒരു പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്നതിന്റെ ബംഗാളിന്റെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിഭീകരമായ അഴിമതി, തുടർച്ചയായ അവകാശ നിഷേധങ്ങൾ, ഇത് കൂടിക്കൂടി വന്ന് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തൂത്തെറിയപ്പെട്ടത്. ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാറി മാറിയുള്ള ഭരണമാണ് നമുക്ക് ജാഗ്രത നൽകുന്നത്. അപ്പോൾ ബംഗാളിന്റെ അനുഭവം പറയുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് ആളുകളിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷമാണ് ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആ ജാഗ്രത അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. CPM കുരുക്കാകുന്ന അഭിപ്രായത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സമുദായ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയെ ഗുരുവിനേക്കാൾ മഹാനാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചും അദ്ദേഹം അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം അപ്പോൾ അന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കുറച്ചുകൂടി എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകുമ്പോൾ. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അധികാര കേന്ദ്രീകരണം വർദ്ധിക്കാനുമുള്ള സാധ്യതകളും BJPക്ക് സാധ്യതയുള്ള, നമുക്കെല്ലാവർക്കും അറിയാം ആ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന്. ആ തരം സ്ഥലങ്ങളിലും അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഫലം ഈ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. അപ്പം തീർത്തും ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏതൊരു മതേതരവാദിക്കും ഏതൊരു കേരളീയനും ഭൂഷണമല്ല എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും ഏതൊരു സാധാരണക്കാരനും മനസ്സിലായിട്ടുണ്ട് വെള്ളാപ്പള്ളി വിഷയത്തിൽ എന്തായിരുന്നു നിലപാടുകൾ. അത് വലിയ വിമർശന വിധേയമായിട്ടുള്ള സാഹചര്യമാണ്. അത് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് കുറച്ചുകൂടി വിശദമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കവി സച്ചിദാനന്ദന്റെ മാത്രം അഭിപ്രായമാണോ? അല്ല. സമാനമായ അഭിപ്രായം സാഹിത്യകാരി സാറ ജോസഫും ഈ സാഹചര്യത്തിൽ തുറന്നു കാട്ടുകയാണ്. തുടർഭരണം ആപത്താണെന്ന അഭിപ്രായം തന്നെയാണ് സാറ ജോസഫിനുമുള്ളത്. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാകേണ്ട ഇടതുപക്ഷം എല്ലാ ഭരണവർഗങ്ങളെയും പോലെ വർഗീയ മതശക്തികളെ കൂട്ടുപിടിച്ച് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സാറ ജോസഫ് ആരോപിച്ചത്. അപ്പോൾ സാറ ജോസഫിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. നിശ്ചയമായും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അധികാരം നിലനിർത്താൻ ഏത് പിശാചിന്റെ കൂടെയും കൂട്ടുകൂടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് ഇടതുപക്ഷത്തിന്. ഇപ്പോ ലീഗിനെ കൂട്ടുകൂട്ടിയത് അങ്ങനെയാണ്, ഭരണാധികാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അധികാരമാണ് അവർക്ക് മുഖ്യം, ജനാധിപത്യമല്ല. തന്നെയുമല്ല ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ്. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഏകാധിപത്യ സ്വഭാവം അതിനെയാണ് ശക്തമായി സാറ ജോസഫ് വിമർശിക്കുന്നത്. നമ്മൾ പലപ്പോഴും സാഹിത്യകാരന്മാരുടെ
മിണ്ടാട്ടമില്ലായ്മയെ വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ വളരെ ശക്തമായ നിലപാടുകളാണ് സച്ചിദാനന്ദന്റെയും സാറാ ജോസഫിന്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മൾ കാണണം. അത് കൃത്യമായ സമയങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ കരുതലോടെ വേണം അതിനോട് പ്രതികരിക്കാൻ. ആ ജാഗ്രത എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുണ്ട്. തുടർഭരണം അപകടമെന്ന സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ വളരെ കരുതലോടുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചത്. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ആ ലേഖനത്തിലും വാക്കുകളിലും ഉള്ളത് എന്നതാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. എന്താണ് അതിന്റെ ഉന്നമെന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാകും. സച്ചിദാനന്ദന്റെ മാത്രമല്ല, ആരോഗ്യപരമായ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളും എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. തുടർഭരണം വന്നാൽ പാവപ്പെട്ട എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ഉണ്ടാകില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. എം വി ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല, ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല. പലപ്പോഴും മാറ്റം വരേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. അങ്ങനെ കാണുന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും എം വി ഗോവിന്ദൻ വളരെ കരുതലോടുകൂടി ഇത്തവണ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു നിർത്തിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെയും ഈ ജാഗ്രത പുലർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹത്തിന് കഴിയട്ടെ. ഇവിടെ എന്തായാലും LDFനെ സംബന്ധിച്ച് അല്പം കുഴപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ UDFന് വലിയ ആശ്വാസവും ആഹ്ലാദവും ഒക്കെ ഈ പ്രതികരണങ്ങളിൽ തോന്നുന്നുണ്ട്. സച്ചിദാനന്ദന്റെ പ്രസ്താവന കോൺഗ്രസ് നിലപാട് അടിവരയിടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ഇടത് സഹയാത്രികർക്ക് പോലും അവരെ വേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് സ്വാഗതാർഹമായ കാര്യമെന്നും VD സതീശൻ പറയുകയാണ്. LDFന് തുടർഭരണം ഉണ്ടാകുന്നത് അപകടം എന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രസ്താവന. അതാണ് UDFനെ ആഹ്ലാദത്തിലാക്കുന്നത്. അപ്പോൾ VD സതീശന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഒരു പൊതുവികാരമാണ് ഇവരുടെ വാക്കുകളിലൂടെ പ്രകടമായിരിക്കുന്നത് എന്നതാണ് VD സതീശൻ ഇതിനെതിരെ പറയുന്നത്. സ്വാഭാവികമായും മറ്റ് നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഭരണം മാറി മാറി വരണമെന്ന അഭിപ്രായം ഇടത് മുന്നണിക്കില്ല എന്നാണ് KK ശൈലജ ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. എന്നാൽ ഇടതുമുന്നണി പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ഉള്ളത് എന്നത് KK ശൈലജ പറഞ്ഞു. തുടർഭരണം ഉണ്ടാകുമ്പോഴാണ് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന കാര്യം കൂടി KK ശൈലജ സൂചിപ്പിച്ചു. അത് നമുക്ക് നൽകിയ ന്യൂസ് 18 നൽകിയ ഇന്റർവ്യൂവിൽ KK ശൈലജ ആവർത്തിച്ച് പറയുന്നുണ്ട്. വ്യക്തികളുടെ തുടർച്ചയല്ല ഈ മുന്നണിയുടെ തുടർച്ച, പോളിസികളുടെ തുടർച്ചയാണ് ഉണ്ടാകേണ്ടത്. അതാണ് തുടർഭരണത്തിലൂടെ സാധ്യമായത്. അത് തന്നെ അടുത്ത ടേമിലും സാധ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് KK ശൈലജ പറഞ്ഞിരുന്നു. അതാണ് ഈ ചോദ്യത്തിന് മറുപടിയായും KK ശൈലജ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ തെറ്റെന്ന അഭിപ്രായ പ്രകടനവുമായി മന്ത്രി V ശിവൻകുട്ടി കൂടി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും, പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് V ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് വളരെ വേഗം കണ്ടു തിരിച്ചു വരാം. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. തുടർച്ചയായിട്ട് ജനങ്ങൾക്കും ഇല്ല അഭിപ്രായം. തുടർച്ചയായിട്ട് വന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ MP ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തുടരണമെന്നാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം. അദ്ദേഹം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന്
എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ കടക്കുന്ന ഘട്ടത്തിൽ വന്നിട്ടുള്ള വിമർശനം എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ് നേരിടാൻ, മറുപടി പറയാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തുടർ ഭരണം മാറി മാറി വരുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിളായി മുന്നണികൾ മാറും എന്ന ചിന്ത സാധാരണക്കാർക്കിടയിൽ തന്നെയുണ്ട്. നമുക്ക് കേരളത്തിൽ അതിന് മാറ്റം വന്നത് 2021 അതിനു മുൻപ് കൃത്യമായ ഈ ഭരണമാറ്റം ഉറപ്പുവരുത്തിയിരുന്ന മനുഷ്യരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ അവരെന്തായാലും വിലയിരുത്തും ഈ സാഹചര്യങ്ങൾ. തുടർ ഭരണത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ട്, മെച്ചമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കും. എന്തായാലും ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തള്ളിക്കളയേണ്ടുന്ന കാര്യങ്ങളല്ല. തിരുത്തലിന് വേണ്ടിയാണ് ഈ വിമർശനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ ജാഗ്രത ഇടത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാൻ ഈ വിമർശനവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന, അതിന് പിന്നാലെ നടക്കുന്ന ഈ ചർച്ചകളും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചത് രാജ്യമാകെ BJP ആഘോഷമാക്കിയതാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചതാണ്, പോസ്റ്റുകൾ ഇട്ടതാണ്. നമുക്ക് ഇതാ എന്തൊക്കെയോ വാരിക്കോരി തരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നിട്ടും തിരുവനന്തപുരത്തിന് പ്രത്യേക പദ്ധതികളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ല. പിന്നീടുണ്ടായ ബജറ്റിലും നിരാശയാണ്. പക്ഷേ അതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും ആ ജയം, അതിലുള്ള ആഘോഷം BJP തുടരുക തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും വിജയിച്ച BJP കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അത് വലിയ ആഘോഷമാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരുടെ ഡൽഹി യാത്ര. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ പിന്നീടെങ്കിലും ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കാം, ആഗ്രഹിക്കാം. പക്ഷേ ഇങ്ങനെ ആഘോഷത്തോടെ BJP കൗൺസിലർമാർ പുറപ്പെടുമ്പോൾ അവിടെയും കല്ലുകടിയായി മാറിയിരിക്കുകയാണ് ശ്രീലേഖയുടെ വിട്ടുനിൽക്കലും പിന്നാലെ വന്ന വിശദീകരണവും BJP നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ്. അത് കഴിഞ്ഞ കുറേ തവണകളിലായി, പല അവസരങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഡൽഹി യാത്രയിൽ സംഭവിച്ചത് എന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മേയറുടെ നേതൃത്വത്തിലാണ് ഈ ഡൽഹി യാത്ര. ഡൽഹിയിലേക്ക് എത്തുന്ന സംഘം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായും മറ്റുമൊക്കെ അവിടെ പ്രധാനപ്പെട്ട ആളുകളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമഗ്ര വികസനമാണ് യാത്രയുടെ ലക്ഷ്യം എന്നതാണ് മേയർ VV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. കോർപ്പറേഷൻ വിജയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ BJP നേരത്തെ തന്നെ ഇതൊരു വലിയ നേട്ടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആഘോഷമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചാ വിഷയമാക്കാനും ആ രീതിയിൽ ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും ഒപ്പം തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചയുമൊക്കെ ഇതിന്റെ ഭാഗം എന്ന് പറയുന്നുണ്ട് BJP. അതുതന്നെയാണ് മേയർ VV രാജേഷും പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്ര 50 കൌൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെയുണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ട് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിലും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണ്. എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര.
അപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയ്ക്കെന്നാണ് മേയർ വി വി രാജേഷ് പറയുന്നത്. അത് ഈ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരെ നേരിൽ കാണുന്നതിലൂടെ വളരെ വലിയ ഇൻസ്പിറേഷൻ അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നത്. ഒപ്പം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി നടത്തുന്നു എന്നത്. എന്തായാലും വലിയ വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. എന്തായാലും ഇനി വാഗ്ദാനം മുന്നോട്ട് വെച്ചാലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നുണ്ട് എന്നും തോന്നുന്നില്ല. എന്തായാലും 2 തവണ ഒരുപാട് പ്രതീക്ഷിച്ച് നിരാശരായവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ചർച്ചകൾ അവിടെ നടക്കും എന്ന സാധ്യതയാണ് അവർ പറയുന്നത്. ഒപ്പം ഈ കൗൺസിലർമാർക്ക് പ്രധാനമന്ത്രി നൽകുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ലക്ഷ്യവുമൊക്കെ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ആർ ശ്രീലേഖ ഇല്ല? ആർ ശ്രീലേഖയുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ശ്രീലേഖ വിട്ടുനിൽക്കുന്നതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തുകൊണ്ട് ശ്രീലേഖ ഇല്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ നേതാക്കൾ മൈക്കിന് മുന്നിലല്ല എങ്കിലും പറയുന്നത് ഇത് 50 കൗൺസിലർമാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. ദിവസങ്ങൾ ഈ രീതിയിൽ യാത്ര ചെയ്യുക ബുദ്ധിമുട്ടായതുകൊണ്ട് ശ്രീലേഖ വിമാനത്തിലെത്തും എന്നൊക്കെയുള്ള മറുപടിയാണ് നേതാക്കൾ ഓഫ് ദ റെക്കോർഡ് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. ഇത് സ്പ്രെഡാകുന്നു. അപ്പോൾ അതൊരു വലിയ വിവാദമായി മാറുമ്പോൾ ശ്രീലേഖ അതിൽ വിശദീകരണവുമായി രംഗത്ത് വരികയാണ്. അത് മാധ്യമങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ താൻ ഫേസ്ബുക്കിലൂടെ സാധാരണ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇപ്പോൾ ശ്രീലേഖ പ്രതികരിക്കാറുള്ളത്. അങ്ങനെ ഒരു വിശദീകരണ വീഡിയോയാണ് അവർ ഇട്ടത്. വ്യക്തിപരമായ അസൗകര്യം കാരണമാണ് പങ്കെടുക്കാത്തതെന്ന് ശ്രീലേഖ അറിയിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. 94 വയസ്സുള്ള അമ്മയെ വിട്ട് അധിക ദിവസം തനിക്ക് മാറി നിൽക്കാനാവില്ല. 5 ദിവസത്തെ ട്രെയിൻ യാത്ര പ്രയാസമാണെന്ന് അറിയിച്ചപ്പോൾ വിമാന ടിക്കറ്റ് നൽകാമെന്ന് പാർട്ടി അറിയിച്ചിരുന്നു. പക്ഷേ അതൊരു അധിക ചെലവായതിനാൽ വേണ്ട എന്ന് അറിയിക്കുകയായിരുന്നു എന്നതാണ് ശ്രീലേഖ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രീലേഖ പറയുന്നുണ്ട്. അത് താൻ ഇനി മത്സരിക്കാനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ്. കാരണം ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ അതിനിടയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് ചെലവുണ്ടാക്കും. അങ്ങനെ അധിക ചെലവുണ്ടാക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല. അത് തൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മത്സര രംഗത്തേക്കില്ല എന്നുകൂടിയാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. അപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശ്രീലേഖ ഇട്ട ആ വീഡിയോ കൂടി കാണാം. കേരള എക്സ്പ്രസിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു. എല്ലാ സ്ഥലത്തും നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു. 2 ദിവസം നിൽക്കുന്നു. പിന്നെ 13-ാം തീയതി രാത്രി അങ്ങോട്ട് തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 14 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്. എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിലോട് വലിയ വിരോധമുള്ള വ്യക്തിയാണ്. ഇത്രയും ആൾക്കാരെ കയറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചിലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചിലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. 5 ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ ഇപ്പോൾ സെർവൻ്റ് ഇല്ല, ലീവിലാണ്. കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിൻ്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം. അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പോൾ 5 ദിവസം മാറി നിൽക്കാം, പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം. അപ്പോൾ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ യാത്ര ഒഴിവാക്കിയത് എന്നതാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. അതിനും അപ്പുറം ഏതെങ്കിലും തരത്തിൽ തുടരുന്ന നീരസത്തിൻ്റെ തുടർച്ചയാണോ ഇത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം കുറേ തവണയായി ശ്രീലേഖ ഈ രീതിയിലുള്ള അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾ ഒരു തുടർക്കഥയാണ് ശ്രീലേഖയുടെ ഈ കോർപ്പറേഷൻ കൗൺസിലറായി ജയിച്ചതിന് ശേഷമുള്ള സാഹചര്യം നോക്കിയാൽ. മേയർ സ്ഥാനം തനിക്ക് ഓഫർ ചെയ്തിരുന്നു എന്നത് തുറന്നു പറഞ്ഞത് ശ്രീലേഖ തന്നെയാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് അവിടെ നടക്കുമ്പോൾ മേയർ ആയി വി വി രാജേഷും ഒപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സത്യപ്രതിജ്ഞ അവിടെ നടക്കുമ്പോൾ അത് കാണാതെ അതുവഴി ഇറങ്ങിപ്പോകുന്ന ശ്രീലേഖയെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ BJP പൊതുസമ്മേളന വേദിയിലും പ്രധാനമന്ത്രി മോദിയുടെ അടുത്തൊന്നും എത്താതെ ശ്രീലേഖ മാറി നിന്ന് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. വി വി രാജേഷും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മോദിയെ യാത്രയാക്കുന്ന ഘട്ടത്തിലും ശ്രീലേഖ ആ പരിസരത്തേക്ക് പോലും പോകാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് കണ്ടു. അത് വലിയ വിവാദമായപ്പോൾ അത് തൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അന്ന് ശ്രീലേഖ പ്രതികരിച്ചത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖ
വോട്ട് ശ്രീലേഖയുടെ വോട്ട് അസാധുവായത് ഏറെ ചർച്ചയായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, ഒരു വിവാദങ്ങളുടെ തുടർക്കഥ തന്നെ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മേയർ സ്ഥാനത്ത് വി രാജേഷിന് പരിഗണന കിട്ടുകയും അദ്ദേഹം മേയറാവുകയും ചെയ്ത സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ ശ്രീലേഖയെ ഇറക്കും എന്നതായിരുന്നു അവർ കൊടുത്തിരുന്ന വാഗ്ദാനം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് ഈ യാത്ര, എന്തുകൊണ്ട് ഈ യാത്രയ്ക്കൊപ്പമില്ല എന്ന് വിശദീകരിച്ചു വരുമ്പോൾ ഇനി മത്സരിക്കാനും കൂടിയില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത് കടുത്ത അതൃപ്തി പ്രകടനം ആയി തന്നെയാണ് മനസ്സിലാകുന്നത്. BJP ഇന്ത്യയും അമേരിക്കയും ഔദ്യോഗികമായി തന്നെ സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. സംയുക്ത പ്രസ്താവന വന്നതിന് ശേഷവും പക്ഷേ നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കരാർ മൂലം നേട്ടം ആർക്ക് എന്ന ചോദ്യത്തിന് വ്യക്തത വന്നിട്ടില്ല. റഷ്യൻ എണ്ണയെക്കുറിച്ച് ഇതിലൊന്നും പരാമർശിച്ചിട്ടില്ല. മാധ്യമങ്ങളെ ആവർത്തിച്ച് കണ്ടിട്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും കഴിഞ്ഞിട്ടില്ല. ആ ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭീഷണി കൂടി ഇന്ത്യക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് റഷ്യ നൽകുന്ന ഈ പിന്തുണ. അതിലേക്കാണ് നമ്മൾ വിശദമായി കടക്കുന്നത്. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ലെന്ന ഉറപ്പ് നൽകിയെന്ന് കാട്ടിയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസം അമേരിക്ക വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള നടപടികൾ ഇന്ത്യൻ കമ്പനികൾ ഊർജിതമാക്കിയതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണയ്ക്ക് ഏപ്രിൽ മാസത്തെ ഓർഡർ നൽകുന്നത് മരവിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത്. റഷ്യൻ കമ്പനിക്ക് ഓഹരിയുള്ള നയാറയും ഏപ്രിലിൽ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിലേക്ക് നൽകിയ ഓർഡറും മുൻ മാസങ്ങളിലേക്കാൾ ഏറെ കുറവാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% റഷ്യയിൽ നിന്നായിരുന്നു. ഡിസംബറോടെ പക്ഷേ ഇത് 25%-ൽ താഴെയായി. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു പ്രതിദിനം. ഇത് മാർച്ചിൽ പ്രതിദിനം 6 ലക്ഷം ബാരൽ എന്ന നിലയിലാകും എന്നതാണ് കണക്കാക്കുന്നത്. അതായത് ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയും ഭാവിയിൽ അത് നിർത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്നത് ഈ കണക്കുകളിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. വ്യാപാര കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഇട്ട ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് പിന്നാലെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് റഷ്യ രംഗത്തു വന്നത്. ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് റഷ്യ മാത്രമല്ല എണ്ണ നൽകുന്നതെന്നും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതിൽ പുതുതായി ഒന്നുമില്ല എന്നതായിരുന്നു പെസ്കോവ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് റഷ്യയ്ക്ക് വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നീക്കം വലിയ പ്രസക്തിയുള്ളതാകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ പള്ളിയിലുണ്ടായ ബോംബാക്രമണത്തെ ശക്തമായി അപലപിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആക്രമണത്തെ മൃഗീയമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സുരക്ഷാ കാര്യങ്ങളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇസ്ലാമാബാദുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തയ്യാറാണ് എന്ന് കൂടി അറിയിച്ചിരിക്കുന്നു. ഇന്ത്യ US-ഉമായി അടുക്കുന്ന വേളയിലാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം. റഷ്യയുമായി ബന്ധം സ്ഥാപിക്കാൻ കുറച്ചുനാളായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യ പാകിസ്ഥാനെ അവഗണിക്കാറായിരുന്നു പതിവ്. ഇതിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് ഇന്ത്യ റഷ്യ ബന്ധം? ഇന്ത്യയും റഷ്യയും തമ്മിൽ അചഞ്ചലമായ സൗഹൃദമാണുള്ളത്. 78 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലായിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കാൻ
റഷ്യൻ ആണവ അന്തർവാഹിനികളും കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്നെത്തി. 1971 സൗഹൃദ ഉടമ്പടിയിലൂടെ ഇന്ത്യക്ക് സൈനിക നയതന്ത്ര സഹായം നൽകിയിരുന്നു റഷ്യ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ അനുകൂലമായ പ്രമേയങ്ങളെ വീറ്റോ ചെയ്ത് ഇന്ത്യ പലതവണ സഹായിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട്. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ റഷ്യ ഇന്ത്യക്ക് അനുകൂലമായി തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. കശ്മീരിൽ വിദേശ ഇടപെടൽ ആവശ്യപ്പെട്ട പ്രമേയങ്ങളെ റഷ്യ തടഞ്ഞിട്ടുണ്ട്. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഇന്ത്യയുമായുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം തുടരുകയും ഉപരോധങ്ങളിൽ പങ്കുചേരാൻ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനാണ് അതിക്രമം തുടങ്ങിയതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ ഇന്ത്യക്ക് നയതന്ത്ര പിന്തുണ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഉറച്ച പിന്തുണയാണ് റഷ്യ നൽകിയത്. എന്നിട്ടോ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ പാക് മിസൈലുകൾ ഇന്ത്യൻ മണ്ണിൽ പതിക്കാതെ സംരക്ഷണമൊരുക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ സുദർശന ചക്രം S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയതും റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ ആയുധങ്ങൾ വാങ്ങുന്ന തരത്തിൽ ഉള്ള വലിയ സൗഹൃദവും ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രതിരോധം, ഊർജം, നയതന്ത്രം എന്നീ മേഖലകളിൽ പരസ്പര വിശ്വാസത്തിലൂന്നിയ വളരെ സുദൃഢമായ ഒരു ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ബന്ധത്തിലാണ് ഇപ്പോൾ വിള്ളൽ വീഴുന്നത്. 2000 മുതൽ സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് റഷ്യയുമായുള്ളത്. ഇതിന്റെ 25ാം വാർഷികത്തിന് പിന്നാലെയാണ് ആ ബന്ധത്തിൽ ഇതുപോലെ ഒരു ഉലച്ചിലുണ്ടാകുന്നത്. അത് ഇന്ത്യക്ക് നല്ലതല്ല എന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപനത്തിൽ പാക് അധീന കശ്മീരും അക്സായി ചിഹ്നം ഉൾപ്പെടുത്തിയ ഇന്ത്യയുടെ പൂർണ്ണ ഭൂപടം അമേരിക്ക ഉപയോഗിച്ചത് വലിയ ചർച്ചയായിരുന്നു. മുൻ നിലപാടുകളിൽ നിന്നുള്ള ഈ മാറ്റം പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള ശക്തമായ സന്ദേശമായി വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ട്രംപിനെ എങ്ങനെ വിശ്വസിക്കും? എണ്ണ വാങ്ങിയാൽ വീണ്ടും തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നയതന്ത്ര രംഗത്ത് ഏതെങ്കിലും പ്രത്യേക സൈനിക ചേരികളിൽ ഭാഗമാകാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ചേരിചേരാ നയം ജവഹർലാൽ നെഹ്റുവിന്റെ ഈ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് മൾട്ടി അലൈൻമെന്റ് എന്ന നയത്തിലേക്ക് ഇന്ത്യ പുതിയ കാലത്ത് മാറിയിരുന്നു. അതായത് ഒരേ സമയം റഷ്യ, അമേരിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തുക എന്ന രീതിയിലേക്ക്. പക്ഷേ റഷ്യയെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കവും ഇന്ത്യക്ക് ഗുണകരമാകില്ല. റഷ്യയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തല്ല ഇന്ത്യക്ക് മറ്റാരും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോഴും ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത പുറത്തു വന്നിട്ടില്ല. അവിടെ ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പ് വ്ളാഡിമിർ പുടിൻ നൽകിയതാണോ പാകിസ്ഥാനുള്ള ഈ പിന്തുണ എന്ന സംശയമാണ് ഉയരുന്നത്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം. റഷ്യയെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. 2020 ലോകകപ്പിൽ പാകിസ്ഥാന്റെ വലിയൊരു യു ടേൺ ആണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വഴിതെളിയുന്നു. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ICCക്ക് മുൻപിൽ ഉപാധികൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ICCക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ICCയുടെ പ്രത്യേക സംഘത്തെ PCB അറിയിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ. എന്താണ് ആദ്യം വലിയ ഭീഷണി ഉയർത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന 2020 ലോകകപ്പിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. നിലപാട് മാറ്റാത്തതിനെ തുടർന്ന് ICC ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. പകരം സ്കോട്ട്ലൻഡിന് അവസരം കൊടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ടൂർണമെന്റിൽ ഇന്ത്യക്കെതിരെ മത്സരിക്കില്ല എന്ന് നിലപാടെടുത്തത്. ഈ നിലപാടെടുത്തത് അവരുടെ ക്രിക്കറ്റ് ബോർഡല്ല, പാകിസ്ഥാൻ സർക്കാരാണ്. ഈ തീരുമാനത്തിൽ നിന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ യു ടേൺ അടിക്കുന്നത്. ബംഗ്ലാദേശിന് കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിക്കുക, T20 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും പങ്കാളിത്ത ഫീസ് ഇനത്തിൽ ലഭിക്കേണ്ടുന്ന പണം നൽകുക, ഭാവിയിലെ ഒരു ICC ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ അവസരം നൽകുക എന്നിങ്ങനെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്
ഇപ്പോൾ കളിക്കാനുള്ള സന്നദ്ധത പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് അംഗീകരിച്ചാൽ മത്സരം കളിക്കാമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ICC ഇതിനോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം അറിയിച്ചിട്ടില്ല. ICCക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ICCയുടെ പ്രത്യേക സംഘത്തെ PCB അറിയിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ICC പ്രതിനിധികളായ ഇമ്രാൻ ഖവാജ, മുബഷീർ ഉസ്മാനി എന്നിവർക്ക് മുന്നിലാണ് പാകിസ്ഥാൻ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മത്സരം 15-ന് കൊളംബോയിൽ നടക്കുമെന്ന സൂചനകൾ തന്നെ വരുന്നു. PCB ഉന്നതരുമായി സംസാരിക്കുന്നതിനായി BCB ചെയർമാൻ അമിനുൽ ഇസ്ലാം ബുൾബുൾ ഇന്നലെ ലാഹോറിലെത്തിയിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഈ ഇടപെടലിനൊക്കെ പിന്നാലെയാണ് കൊളംബോയിൽ നിശ്ചയിച്ച മത്സരത്തിൽ കളിക്കാമെന്ന് PCB ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്നതാണ് വരുന്ന വിവരങ്ങൾ. ICCക്കും എല്ലാ ബോർഡുകൾക്കും കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണമെന്ന നിലപാടാണ് BCB ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കാതിരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നും പാകിസ്ഥാന്റെ നടപടി ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും വരുമാന വിഹിതത്തിൽ വൻ കുറവ് വരുത്തുമെന്നും BCB തുറന്നടിച്ചിരുന്നു. പിന്തുണ തേടി പാകിസ്ഥാൻ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളെ സമീപിച്ചെങ്കിലും അവരും അനുകൂലിച്ചിരുന്നില്ല. ഇന്ത്യയിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ശ്രീലങ്ക വേദിയായി ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചാണ് കൊളംബോയിൽ വെച്ച് മത്സരം നടത്താൻ നിശ്ചയിച്ചതെന്നും ഇനി മറ്റൊരു കാരണമുണ്ടാക്കി മത്സരം മുടക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു മറ്റ് ബോർഡുകളുടെ നിലപാട്. ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിന്റേതാണെന്ന് പറഞ്ഞ് കൈകഴുകാൻ നോക്കിയ PCBയോട് ICC വിശദീകരണവും തേടി. സമ്മർദ്ദം ശക്തമായതോടെ പാകിസ്ഥാൻ തീരുമാനം മാറ്റാൻ നിർബന്ധിതമാവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ നിന്ന് തന്നെ നേരത്തെ വിമർശനവും ഉയർന്നിരുന്നു. പാകിസ്ഥാന്റെ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് മുൻ പാക് താരം ഡാനിഷ് കനേരിയ രംഗത്ത് വന്നിരുന്നു. ഈ തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ ദോഷം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ഭയമാണെന്ന തെറ്റായ സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സമീപകാലത്തൊന്നും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ കളിക്കളത്തിൽ നിന്ന് പിന്മാറുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെയും പ്രതിച്ഛായയെയും ബാധിക്കുമെന്ന് കനേരിയ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 ICC പ്രതിനിധികളും ഇരു ബോർഡിന്റെയും പ്രതിനിധികളെയും കാണാൻ ലാഹോറിൽ എത്തിച്ചേർന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ബഹിഷ്കരണ നീക്കവുമായി മുന്നോട്ടു പോയാൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾ പാകിസ്ഥാൻ ഉണ്ടാകുമെന്നും വേണ്ടിവന്നാൽ ബോർഡിന്റെ അംഗത്വം തന്നെ റദ്ദാക്കുമെന്നും ICC മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിലേക്കില്ലെന്നും പകരം കൊളംബോയിൽ വെച്ച് മത്സരങ്ങൾ നടത്താമെന്നുമായിരുന്നു ബംഗ്ലാദേശിന്റെ ആവശ്യം. എന്തായാലും ഇതങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ കളിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ചില ഉപാധികളോടെയാണ് എന്നത് കൂടി കാണാം. എല്ലാ തരത്തിലും നഷ്ടക്കച്ചവടമാണ് എന്തായാലും പാകിസ്ഥാന് ഈ ബഹിഷ്കരണ ആഹ്വാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ICCയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് സാമ്പത്തികമായി തന്നെ തകരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഏകദേശം $38 മില്യൺ അധികം ഈ പിഴയായി ഒടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനു പുറമെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാന് ലോകകപ്പ് പോയിന്റുകൾ നഷ്ടമാകും. ഭാവി ടൂർണമെന്റുകൾ വിലക്കുന്ന സാഹചര്യം ഒക്കെ വരും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു U-ടേൺ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ മത്സരം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മുടെ ഫോക്കസ് വാർത്തകൾ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. നമുക്കിനി ഇന്നത്തെ സായന്ന യാത്ര കാണാം. അമ്പൂരി കരിപ്പയാറിന് കുറുകെ നിർമ്മാണം പൂർത്തിയായ കുമ്പിച്ചക്കടവ് പാലം കാണാൻ ജനത്തിരക്കേറുകയാണ്. ഞാൻ ഒരു 1.5 മാസം മുൻപ് അമ്പൂരിയിൽ പോയിരുന്നു. അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ കുമ്പിച്ചക്കടവ് പാലത്ത് പോയിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ പാലത്തിന് ഇരുവശവും ഉള്ളത്. അഗസ്ത്യ മലനിരകളുടെ താഴ്വാരത്താണ് അതിമനോഹരമായ ഈ കരിപ്പയാർ. 11 ആദിവാസി ഉന്നതികളിലെ 100 കണക്കിന് പേർക്കാണ് പാലം പുറം ലോകത്തേക്കുള്ള വഴി തുറക്കുന്നത്. ഏതാണ്ട് 24 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലം പൂർത്തീകരിക്കുന്നത്. കിഫ്ബിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാവുന്നത് ഞങ്ങളുടെ പ്രതിനിധി VV അരുണാണ്. അപ്പോൾ ആ സുന്ദര കാഴ്ചകളിലേക്ക് പോകാം. ഒരു പാലം ഒരു നാടിന്റെ വികസനത്തിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ശക്തി നൽകും, എത്രത്തോളം ഗതിവേഗം നൽകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം.
നാടുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടന്നിരുന്ന, ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശത്തെ അവർക്ക് പുതിയ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ്. 11 മീറ്റർ വീതിയുള്ള ഒരു പാലം. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഡാം റിസർവോയറുകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ ഡാം വന്നതോടുകൂടിയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പാണ് നെയ്യാറിൽ ഡാം വരുന്നത്. അതോടുകൂടിയാണ് ഈ അമ്പൂരിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾ പൂർണ്ണമായും ഈ അക്കരയ്ക്ക് ഒരു വെള്ളം വരുന്ന പ്രദേശത്തിന്റെ അക്കരയ്ക്ക് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നെയ്യാർ ജലാശയം ജനങ്ങളെ പൂർണ്ണമായും അവരെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അതിനൊരു പരിഹാരമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം എന്നുള്ളത്. കരിപ്പയാറിന്റെ മറുകരയിലുള്ള, അതായത് കരിപ്പയാറാണ് ഈ നമ്മൾ ഇവിടെ കാണുന്നത്, കരിപ്പയാറാണ്. ഈ കരിപ്പയാറിന്റെ മറുകരയിലുള്ള ആദിവാസി ഊരുകൾ തൊടുമലയും കാരിക്കുഴിയും ശംഖും കോണവും കൈപ്പാൻവിളയും കൊമ്പൈക്കാണിയും കുന്നത്തുമലയും തുടങ്ങി 11ഓളം ആദിവാസി ഊരുകളിലെ 1700-ലധികം കുടുംബങ്ങൾ കാലങ്ങളായി അവർക്ക് ഈ നാടുമായുള്ള, നഗരവുമായുള്ള ബന്ധം തോണികളായിരുന്നു, വഞ്ചികളായിരുന്നു. ആ വഞ്ചിയിലേറി നമ്മൾ പലതവണ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പെട്ടെന്നൊരു അസുഖമുണ്ടായാൽ അവർ ഏക ആശ്രയം വഞ്ചികളാണ്, തോണികളാണ്. അത് തോണിക്കാരൻ പണിമുടക്കിയാൽ, തോണിക്കാരനെ കിട്ടാതെ പോയാലൊക്കെ അവരുടെ ജീവിതം വലിയ ദുഃഖത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരമാണ് ഈ 11ഓളം ഊരുകളെ, ആദിവാസി ഊരുകളെ, ഉന്നതികളെ നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. വലിയൊരു ആറിന് കുറുകെയുള്ള ഡാം റിസർവോയറാണ് ഇവിടെ. അതിന് കുറുകെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാലമായി ഇത് മാറുകയാണ്. 36.25 മീറ്റർ വീതം അകലത്തിലുള്ള 7 സ്പാനുകളിലായി 253.4 മീറ്റർ നീളത്തിലാണ് ഈ പാലം ഒരുങ്ങുന്നത്. വളരെ വലിയ സങ്കീർണമായ കടമ്പകൾ കടന്നുള്ള ഒരു പാലം നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഡയറക്റ്റ് മഡ് സർക്കുലേഷൻ എന്ന നൂതന പൈലിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജലാശയത്തിനുള്ളിൽ 15 മീറ്ററിലധികം ആഴത്തിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബാർജിന്റെ സഹായത്തോടെയായിരുന്നു ഇതിന്റെ പൈലിംഗ് ഒക്കെ പൂർത്തിയാക്കിയത്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ വലിയ സഹായത്തോടുകൂടി 8 ലൊക്കേഷനുകളിൽ 48 പൈലുകൾ പണിതീർത്ത് നിർമ്മാണ മികവിന്റെ കൂടി ഒരു അടയാളമായി ഈ പാലം മാറുകയാണ്. ഭൂനിരപ്പിൽ നിന്ന് 12.5 മീറ്റർ ഉയരത്തിൽ പാലം നിർമ്മിച്ചതിനാൽ തന്നെ നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളും എന്ന ബോട്ടുകൾക്ക് പാലത്തിനടിയിലൂടെ തടസ്സമില്ലാതെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി കൂടി മാറുകയാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ പാലം കാണാൻ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം നാടിനെ സമർപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിലുള്ളതുപോലെ വലിയ ആൾക്കൂട്ടം, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായി മാറുകയാണ്. മായവും അമ്പൂരിയും ഒക്കെ മനോഹരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നേരത്തെയും നിരവധി ആളുകൾ എത്തിയപ്പോൾ പാലം കൂടി വന്നതോടുകൂടി ഇത് അക്ഷരാർത്ഥത്തിൽ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. പാലം അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും ഇപ്പൊ ഇത് വച്ചതിന് ശേഷം ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അടിപൊളിയാണ്. നേരത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 1 മാസം മുന്നേ വന്നപ്പോൾ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ പൂർത്തിയായെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇനിയും വരും. നേരത്തെ ഇവിടെ ആൾക്കാർക്കൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, എല്ലാം ഓക്കെയാണ്. ഇവിടെ ഈ പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ ആദിവാസിയിലുള്ള ആളുകൾക്ക് നേരത്തെയുള്ള പൂച്ചമുക്കിലും അതുപോലെ തന്നെ അമ്പൂരിലുമൊക്കെ എത്തി ബസ് കയറുന്നത് കുറയ്ക്കാം. ഈ റോഡിന്റെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത്, ഇതിന്റെ അവസാനത്തേക്ക്, ഈ ഭാഗത്തേക്ക് KSRTC ബസ്സുകൾ വരും. ഉദ്ഘാടന ദിവസം 4 ബസ്സുകൾ ഇവിടെ അതിനായി ഒരുക്കുന്നുണ്ട്. വലിയ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, MLA നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ബസ് സർവീസും ഈ പാലത്തിന് കുറുകെ ആദിവാസി ഊരുകളിലേക്ക്, ഉന്നതികളിലേക്ക് ആളുകൾക്ക് നേരിട്ടെത്താനുള്ള സൗകര്യം KSRTCയും ഒരുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് MLA പറഞ്ഞിരിക്കുന്നത് വെള്ളറട, നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കവള, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് നമുക്കൊരു സർവീസുണ്ട്, വെള്ളറടയിൽ നിന്ന് 3 സർവീസുണ്ട്. പാലം ക്രോസ് ചെയ്ത് അവിടുന്ന്, അതായത് കുമ്പിച്ചക്കടവെന്നുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് മണ്ഡപത്തിൻകടവ് വഴി കാട്ടാക്കട, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ നാട്ടുകാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ ഊരിലുള്ളവർക്ക്, അമ്പൂരിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ ആശ്വാസവും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പാലത്തിന്റെ നിർമ്മാണമാണ് അവസാന മിനുക്കുപണികളിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രി പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി വലിയ സ്വപ്നം, ഒരു ദേശത്തിന്റെ ആകെ 50 വർഷത്തിലേറെയുള്ള ഒരു പ്രദേശത്തിന്റെ ആകെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ. MLA ക്ക് നേരിട്ട് അറിയാം
ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അത് തന്നെയാണ് MLA എന്ന് പറയുകയും അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ പാലം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മരണങ്ങൾ, സമയത്ത് ഹോസ്പിറ്റലിലത്തെ മരണങ്ങൾ, വാഹനങ്ങളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം MLA എന്നുള്ളതിലേക്ക് പുള്ളി നേരിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന രീതി, അല്ലെങ്കിൽ സമൂഹത്തിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് MLA നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. മനോഹരമായൊരു ഭൂപ്രദേശമാണ് അമ്പൂരി. കേരളത്തിന്റെ മലയോര മേഖല ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. അതിനൊപ്പം തന്നെയാണ് മായം കടവും ഈ കുമ്പിച്ചൽ കടവും ഒക്കെ. അവിടെ ഇപ്പോൾ ഒരു പാലം കൂടി വരുന്നതോടുകൂടി അതിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കൂടി പുതിയ ഗതിവേഗം വരും, പുതിയ ചിറകുകൾ മുളയ്ക്കും. അതിനൊപ്പം ഈ നാട്ടുകാരുടെ ഈ ഇതിന് അപ്പുറത്തുള്ള അക്കരെയുള്ള ഊരുകളിലെ നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് കൂടി, അവരുടെ ആശങ്കകൾ കൂടി വിരാമമാവുകയാണ്. സ്വപ്നങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിന് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. കുമ്പിച്ചിൽ കടവ് പാലത്തിൽ നിന്നും അരുൺ പാലോടിനൊപ്പം BB അരുൺ, ന്യൂസ് 18. ഒരു പാലത്തിൽ എന്ത് കാണാനിരിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാകും. പക്ഷെ നമ്മളൊരു വലിയ ഹിൽ ടോപ്പിലൊക്കെ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിന് സമാനമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നമുക്ക് വാഹനത്തിലെത്താം. അവിടെ വാഹനം നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു സൗഭാഗ്യം വേറെ വേണോ? അങ്ങനെയാണെങ്കിൽ കുമ്പിച്ചൽ കടവ് പാലത്തിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ആ കാഴ്ചകൾ സ്വന്തമാക്കാൻ പറ്റും. എന്തായാലും ഈ കാഴ്ച വസന്തം നമുക്ക് ഒരുക്കിയത് BV അരുണാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ ഇനിയും പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരാൻ BV അരുണിനോട് നമുക്ക് പറയാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.